ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻസ് പറയും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് ആൻസർ ചെയ്ത് പോവുക കേട്ടോ. ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ ശരിയായിട്ട് തോന്നുന്നത് ആ ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അതിന്റെ ആൻസറിലേക്ക് പോകാം. അറിയാത്ത ഏരിയ ആണെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് പരിചയപ്പെട്ട് അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാമേ. ഇനിയും ആളുകള് ഓക്കെ, ഇനി അധികം പേര് വരാൻ ചാൻസ് കുറവായിരിക്കും അല്ലേ? 9:05 ആയല്ലോ, 5 മിനിറ്റ് നമ്മൾ നോക്കി. സോ എനിവേ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ലീഡർഷിപ്പ് തിയറി ഫോക്കസസ് ഓൺ ആക്ഷൻസ് ഓഫ് ലീഡേഴ്സ് നോട്ട് ഓൺ ദി മെന്റൽ ക്വാളിറ്റീസ് ഓർ ഇന്റേണൽ സ്റ്റേറ്റ്സ്? ഏത് ലീഡർഷിപ്പ് തിയറിയിലാണ് ഈ ലീഡേഴ്സിന്റെ ആക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മൾ പല ലീഡർഷിപ്പ് തിയറീസ് പഠിക്കുന്നതല്ലേ. സിറ്റുവേഷണൽ തിയറിയും ബിഹേവിയറൽ തിയറിയും പാർട്ടിസിപ്പേറ്റീവ് തിയറിയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ചാറ്റ് ബോക്സിലോട്ട് നിങ്ങളുടെ ആൻസറുകളെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ആക്ഷൻസ് ഓഫ് ലീഡേഴ്സ് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കേ. ആക്ഷൻസ് ഓഫ് ലീഡേഴ്സ് നോട്ട് ഓൺ ദി മെന്റൽ ക്വാളിറ്റീസ് ഓർ ഇന്റേണൽ സ്റ്റേറ്റ്സ്. ഇപ്പൊ നമ്മുടെ ലൈവിൽ നിങ്ങൾ രണ്ടുപേരെ കയറിയിട്ടുള്ളൂ. അപ്പൊ രണ്ടുപേരും അങ്ങ് ആൻസർ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിന്റെ ആൻസറിലേക്ക് പോകുള്ളൂ. രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. തോമസ് ആൻസർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഒരാൾ കൂടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അർപ്പിത. അപ്പൊ നമ്മള് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ യൂണിറ്റിലെയും ഓരോ മൊഡ്യൂളിലെയും എല്ലാ യൂണിറ്റുകളെയും നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യും. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഷുവർ ആണ് നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ തന്നെ ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യണേ. So which leadership theory focus on the actions of leader, not on the mental quality or internal states? അപ്പൊ ഈ ഒരു ഏത് ലീഡർഷിപ്പ് തിയറിയിലാണ് ഈ ലീഡേഴ്സിന്റെ ആക്ഷൻസിന് ഫോക്കസ് കൊടുക്കുന്നത്? ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കേ. നമ്മളൊന്ന് ആ ക്വസ്റ്റിനെ ഒന്ന് ജസ്റ്റ് ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലീഡേഴ്സിന്റെ ആക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് തിയറി ആയിരിക്കും? ബിഹേവിയറൽ തിയറിയാണ് കേട്ടോ. ബിഹേവിയറൽ തിയറിയാണ്. ബിഹേവിയറൽ തിയറിയിൽ പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ വാട്ട് ലീഡേഴ്സ് ഡു. നിങ്ങൾ ബിഹേവിയറൽ തിയറി പഠിക്കുമ്പോൾ അതിന്റെ ആ ഒരു ഡെഫിനിഷനിൽ നമ്മൾ പഠിക്കുന്നതാ. ബിഹേവിയറൽ തിയറിയിൽ പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ വാട്ട് ലീഡേഴ്സ് ഡു. അതായത് ലീഡേഴ്സിന്റെ ആക്ഷൻസിനാണ് ഫോക്കസ് കൊടുക്കുന്നത്, അല്ലാതെ അവരുടെ പേഴ്സണാലിറ്റിക്കോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനോ ഒന്നുമല്ല. സോ ബിഹേവിയറൽ തിയറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലീഡർഷിപ്പ് തിയറിയിൽ ഇത്രേ പറയുന്നുള്ളൂ. അതായത് എപ്പോഴും ഒരു നല്ല ലീഡർ അല്ലെങ്കിൽ നമുക്കൊരു നല്ല ലീഡർ ആകണമെങ്കിൽ എഫിഷ്യന്റ് ലീഡേഴ്സിന്റെ ബിഹേവിയർ നമ്മൾ നോക്കുക. ഇപ്പൊ ഒരു നല്ല ലീഡർ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ലീഡറുടെ ബിഹേവിയറുകൾ നോക്കിയിട്ട് ആ ബിഹേവിയർ നമുക്ക് ഒബ്സർവ് ചെയ്ത് നമുക്കത് എന്ത് ചെയ്യാം? പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരു നല്ല ലീഡർ ആകാം. അതാണ് ഈ ബിഹേവിയറൽ തിയറിയിൽ പറയുന്നത്. നിങ്ങൾ ഗ്രേറ്റ് മാൻ തിയറി പഠിച്ചിട്ടുണ്ടോ? ഗ്രേറ്റ് മാൻ തിയറി നമ്മുടെ ലീഡർഷിപ്പില് ഗ്രേറ്റ് മാൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഇല്ലേ? ഗ്രേറ്റ് മാൻ തിയറിയിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അവിടെ ലീഡേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്, അങ്ങനെയാ പറയുന്നത്. ലീഡേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്. അതായത് ഒരു ലീഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നല്ല ലീഡർ ആകണമെങ്കിൽ ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്. അതാണ് ഗ്രേറ്റ് മാൻ തിയറിയിൽ പറയുന്നത്. നമുക്ക് ജന്മനാ കിട്ടുന്നതാ, ഇൻബോൺ ആയിട്ട് കിട്ടുന്നതാ, അല്ലാതെ നമുക്ക് പിന്നീട് അത് പഠിച്ചോ ഡെവലപ്പ് ചെയ്തോ എടുക്കാൻ പറ്റത്തില്ല. അതാണ് ഗ്രേറ്റ് മാൻ തിയറി. എന്നാൽ ബിഹേവിയറൽ തിയറി അതിന്റെ നേരെ ഓപ്പോസിറ്റാ. അതായത് നമുക്ക് ഒരു നല്ല ലീഡർ ആകണമെങ്കിൽ ഒരു നല്ല ലീഡറിന്റെ ബിഹേവിയർ എന്താണോ അത് കണ്ട് പഠിച്ച്
നമ്മൾ അത് അഡോപ്റ്റ് ചെയ്ത് നമ്മൾ അത് കണ്ട് പഠിച്ച് നമ്മുടെ ക്വാളിറ്റി നമ്മുടെ ബിഹേവിയറും അങ്ങനെ ആക്കിയാൽ മതി. അപ്പൊ നമുക്ക് നല്ലൊരു ലീഡർ ആകാം. അതാണ് ബിഹേവിയറൽ തിയറിയിൽ പറയുന്നത്. അപ്പൊ ഈ തിയറി ഫോക്കസ് ചെയ്യുന്ന എന്താ, വാട്ട് ലീഡേഴ്സ് ഡു, അതായത് ലീഡറുടെ ബിഹേവിയറുകളാണ്, അല്ലാതെ അവർക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന പേഴ്സണാലിറ്റികളല്ല. ഇപ്പൊ ഒരാൾക്ക് എനിക്ക് ഇൻബോൺ ആയിട്ട് കിട്ടിയ പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അത് കണ്ടു പഠിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ എന്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്വാളിറ്റീസോ അല്ലെങ്കിൽ എന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും മറ്റൊരാൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബിഹേവിയർ പറ്റും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് കണ്ടു പഠിച്ച് മറ്റൊരാൾക്കും ലേൺ ചെയ്ത് അവർക്ക് അതുപോലെ ചെയ്യാം. അപ്പൊ ബിഹേവിയറൽ തിയറി ഫോക്കസ് ചെയ്യുന്നതും അതിനെ തന്നെയാണ്, അതായത് ലീഡറുടെ ബിഹേവിയർ. ഒരു നല്ല ലീഡറുടെ ബിഹേവിയർ നോക്കി അത് ഒബ്സർവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു കഴിഞ്ഞാൽ നമ്മളും നല്ലൊരു ലീഡർ ആകും. ഓക്കെ, അപ്പൊ ബിഹേവിയറൽ തിയറി ഫോക്കസ് ചെയ്യുന്നത് വാട്ട് ലീഡേഴ്സ് ഡു. ലീഡേഴ്സ് എന്താണ് ചെയ്യുന്നത്, അവരുടെ ആക്ഷൻസ് എന്താണ്, അവരുടെ ബിഹേവിയർ എന്താണ്, അതാണ് ബിഹേവിയറൽ തിയറി ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ബിഹേവിയറൽ തിയറി മനസ്സിലായല്ലോ? മനസ്സിലായെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾ തംസ് അപ്പോ തം ഡൗണോ ഒക്കെ ഒന്ന് പറയണം കേട്ടോ. ദെൻ സിറ്റുവേഷണൽ തിയറി എന്ന് പറയുന്നത് നമുക്കറിയാം. സിറ്റുവേഷണൽ തിയറിയുടെ പ്രത്യേകത എന്താ? സിറ്റുവേഷണൽ തിയറി എന്ന് പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്ന സ്റ്റൈലാണ് എപ്പോഴും നല്ലത്. ഇപ്പം നോ വൺ സൈസ് ഫിറ്റ് ഓൾ അപ്രോച്ച് ആണ്. അതായത് ഒരു സ്പെസിഫിക് സ്റ്റൈൽ തന്നെ എല്ലാ സിറ്റുവേഷനിലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ സിറ്റുവേഷണൽ തിയറി പറയുന്നത് ഒരു നല്ല ലീഡർ എങ്ങനെയായിരിക്കണം? അയാൾ സിറ്റുവേഷണൽ ആയിരിക്കണം. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് അയാളുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. എല്ലായ്പ്പോഴും ഒരേ സ്റ്റൈല് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. സിറ്റുവേഷൻ അനുസരിച്ച് ആ ലീഡർ എന്ത് ചെയ്യണം? ലീഡർഷിപ്പ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യണം. ഓരോ സിറ്റുവേഷനിലും ഓരോ രീതിയിൽ വേണം അയാൾ ബിഹേവ് ചെയ്യാൻ. അതാണ് സിറ്റുവേഷണൽ തിയറി. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. ഇനിയിപ്പോ PSC എക്സാമുകൾക്ക് പോലും നമുക്കറിയാം, PSC എക്സാമുകൾക്ക് മൊത്തവും സ്റ്റേറ്റ്മെന്റാ. നിങ്ങൾ PSC എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കൊമേഴ്സിന്റെ ഇപ്പൊ അക്കൗണ്ടന്റിന്റെ ഒക്കെ എക്സാം വിളിച്ചിട്ടുണ്ട്, അതിനൊക്കെ അപ്ലൈ ചെയ്തിരുന്നോ? ജൂനിയർ അക്കൗണ്ടന്റിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ബികോം ക്വാളിഫിക്കേഷൻ മതി. നമ്മൾ ഈ നെറ്റിനും സെറ്റിനും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു പോകണമെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? നമ്മൾ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഫോർമൽ ഓർഗനൈസേഷൻ ആർ ക്രിയേറ്റഡ് ബൈ മാനേജ്മെന്റ് വൈൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എമേർജ് നാച്ചുറലി. അടുത്ത സ്റ്റേറ്റ്മെന്റ്, informal organization are always larger than formal organization. Next one, formal organization focus on efficiency and goal achievement, whereas informal organization provides social and psychological satisfaction. മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നിങ്ങൾ സ്പീഡിൽ ആൻസർ ചെയ്തോണം കേട്ടോ. എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ പടപടാന്ന് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുക, നേരെ ആൻസറിലേക്ക് പോകണം, അങ്ങനെ കുറച്ച് സ്പീഡിൽ പോകണം. സോ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ കണ്ടു. ഇതിൽ ഏതൊക്കെയായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നൊന്ന് പറയാമോ? ആര്യ സി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണേ. നമുക്ക് നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്താൽ നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടണം ഈ ക്ലാസ്സിൽ നിന്ന്. മാക്സിമം ക്വസ്റ്റ്യൻസും അതേപോലെ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഏരിയാസ് ആണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടണം. അപ്പൊ നിങ്ങളത് കുറച്ച് സ്പീഡിൽ അങ്ങ് ആൻസർ ചെയ്ത് പോണേ. ഓക്കെ, നമുക്ക് നോക്കാം. Formal organization are created by management while informal organization emerge naturally. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഫോർമൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് അത് മാനേജ്മെന്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ എന്ന് പറയുന്നത്
അത് നാച്ചുറലി എമർജ് ചെയ്യുന്നതാ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമുക്കൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് കാണും, ഒരു ഫ്രണ്ട് സർക്കിൾ കാണും. അതൊക്കെ നാച്ചുറലി എമർജ് ചെയ്യുന്നതാണല്ലോ. യെസ്, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. 2 നോക്കിക്കേ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആർ ഓൾവേസ് ലാർജർ ദാൻ ഫോർമൽ ഓർഗനൈസേഷൻ. ഒരിക്കലും വരത്തില്ലല്ലോ. ഈ ഫോർമൽ ഓർഗനൈസേഷനെ കാട്ടിലും ലാർജർ ആയിട്ട് ഒരിക്കലും ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് വരത്തില്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് തേർഡ് വൺ, ഫോർമൽ ഓർഗനൈസേഷൻ ഫോക്കസ് കൊടുക്കുന്നത് എഫിഷ്യൻസിക്കും ഗോൾ അച്ചീവ്മെന്റിനും ആണെങ്കിൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് തരുന്നത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യെസ്, അപ്പൊ 1ഉം 3യും മാത്രമേ ഉള്ളൂ. സി ആണ് കറക്റ്റ് ആൻസർ. ആര്യ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഇതും സ്റ്റേറ്റ്മെന്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഗിവൺ ബൈ FW ടൈലർ. സയന്റിഫിക് മാനേജ്മെന്റിനെ വെച്ചിട്ട് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് വൺ, സയന്റിഫിക് മാനേജ്മെന്റ് ഡിസ്കറേജ് cooperation between management and workers. It focus on replacing rule of thumb method with scientific study of work. It emphasizes the scientific selection and development of workers. 3 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വായിച്ചു. ഇതൊക്കെ ഒറ്റയടിക്ക് ആൻസർ ചെയ്യേണ്ടതാ കേട്ടോ, ആലോചിച്ച് പോലും ഇരിക്കേണ്ട. FW ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ് ഏതൊക്കെയായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? വേഗം ഒന്ന് ആൻസർ ചെയ്യാമോ? യെസ്, ഓപ്ഷൻ ബി ആണ്. 2ഉം 3യും മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുള്ളൂ അല്ലെ. 1 തെറ്റാ. കാരണം സയന്റിഫിക് മാനേജ്മെന്റ് കോപ്പറേഷൻ ഡിസ്കറേജ് അല്ലല്ലോ, എൻകറേജ് അല്ലേ ചെയ്യുന്നത്. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, അതൊരു സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഇവിടെ പറഞ്ഞേക്കുന്നത് ഡിസ്കറേജ് ചെയ്യുന്നു എന്നാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. ബാക്കി 2ഉം ശരിയാണല്ലോ. റൂൾ ഓഫ് തമ്പ് മെത്തേഡിനെ സയന്റിഫിക് മെത്തേഡുകൾ വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റിൽ പറയുന്നത് മാനേജേഴ്സ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് പണ്ടത്തെ പോലെ ആ ഒരു മാനേജറുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം ആ റൂൾ ഓഫ് തമ്പ് മെത്തേഡ് പ്രകാരം അല്ല, പകരം സയന്റിഫിക് സ്റ്റഡി പ്രകാരമായിരിക്കണം. അവിടെ കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് ഒക്കെ പ്രകാരം വേണം നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെ. യെസ്, അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്ത് വെക്കുക. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി വർക്കർ ടു ദെയർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെറിറ്റി. ഇത് നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആയിട്ട് പഠിച്ചു വെക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ഇതെല്ലാം ഇത് തൊട്ട് കഴിഞ്ഞ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ, അതിൽ നിന്നുള്ള ചോദ്യമാണിത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? വേഗം ഒന്ന് ആൻസർ ചെയ്തേ. ആർക്കും ആൻസർ കിട്ടുന്നില്ലേ? ആര്യ, തോമസ്, അർപ്പിത, നിങ്ങൾ ആരും ആൻസർ ചെയ്യുന്നില്ലല്ലോ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ. ഡൗട്ട് ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ ആൻസർ ചെയ്യാത്തത്? ഓക്കെ, എനിവേ നമുക്ക് ടൈം കളയണ്ട, നമുക്ക് ആൻസറിലേക്ക് പോകാം. സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അല്ലാത്തത് ഇതിൽ ഏതാണ്? യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലേ ഇതിൽ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അല്ലാത്തത്? ഈ ഡിവിഷൻ ഓഫ് വർക്കും ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയും സ്റ്റാൻഡർഡൈസേഷനും ഒക്കെ സയന്റിഫിക് മാനേജ്മെന്റിൽ വരും. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിന്റ് ആണ് ഈ ഡിവിഷൻ ഓഫ് വർക്കും യൂണിറ്റി ഓഫ് കമാൻഡും. ഇത് രണ്ടും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിലും വരുന്നുണ്ട് അല്ലെ. ഹെൻറി ഫേളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിലും വരുന്നുണ്ട്. പക്ഷേ ഡിവിഷൻ ഓഫ് വർക്ക് സയന്റിഫിക് മാനേജ്മെന്റിലും വരുന്നതാണ്. പക്ഷെ യൂണിറ്റി ഓഫ് കമാൻഡ് സയന്റിഫിക് മാനേജ്മെന്റിൽ വരാത്തൊരു ഐറ്റമാണ്. ഡിവിഷൻ ഓഫ് വർക്ക് എങ്ങനെയാണ് സയന്റിഫിക് മാനേജ്മെന്റിൽ വരുന്നതെന്ന് അറിയാമോ?
നമ്മൾ ഫങ്ഷണൽ ഫോർമൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്കിൽ പഠിക്കുന്നുണ്ടല്ലോ. ഫങ്ഷണൽ ഫോർമൻഷിപ്പ്, അതായത് ഒരു വർക്കറെ 8 പേര് വേണം സൂപ്പർവൈസ് ചെയ്യാൻ. 4 പേര് പ്രൊഡക്ഷൻ ഇൻചാർജിൽ നിന്നും 4 പേര് പ്ലാനിങ് ഇൻചാർജിൽ നിന്നും എന്ത് ചെയ്യണം, ഒരു വർക്കറെ സൂപ്പർവൈസ് ചെയ്യണം. അവിടെ ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് FW ടൈലർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, ഫങ്ഷണൽ ഫോർമൻഷിപ്പ്, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഇതെല്ലാം സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്കുകളായിട്ട് നമുക്ക് പഠിക്കാം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഹെൻറി ഫയലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിനകത്ത് വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The term chain of command in an organization refers to. Chain of command എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? വേഗം ഒന്ന് വായിച്ചു നോക്കിക്കേ. The process of creating job role and responsibilities within an organization. The hierarchical structure of authority where decisions and directives flow from upper management to lower level. The method of communication used by employees to report to the external stakeholders. The system used to evaluate employee performance and provide feedback within the organization. Yes. ഇവിടെ യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് അതോറിറ്റി ആണ് അല്ലെ, സ്ട്രക്ചർ ഓഫ് ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് അതോറിറ്റി ആണ് ചെയിൻ ഓഫ് കമാൻഡ്. അപ്പൊ അവിടെ ഡിസിഷൻസ് അപ്പർ മാനേജ്മെന്റ് ടു ലോവർ മാനേജ്മെന്റിലോട്ടായിരിക്കും പോകുന്നത് അല്ലെ. അപ്പൊ ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി, ചെയിൻ ഓഫ് കമാൻഡ് മീൻസ് ദ ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ത്രൂ വിച്ച് ഇൻസ്ട്രക്ഷൻസ്, ഡിസിഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോ ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ ഈ ഇൻഫർമേഷൻസും ഡിസിഷൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാ? ടോപ്പ് ടു ബോട്ടം ആയിരിക്കും, ടോപ്പ് ലെവൽ ടു ലോവർ ലെവലിലേക്കായിരിക്കും അതോറിറ്റി പോകുന്നത്. സോ ചെയിൻ ഓഫ് കമാൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ salient feature of management? Management is goal oriented and aims to achieve organizational objective. Management is a distinct process consisting of planning, organizing, staffing, directing and controlling. Management integrate human and non-human resources. ഏതൊക്കെയായിരിക്കും മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് ഇതിൽ നിന്ന്? യെസ്, ഇവിടെ യെസ് കറക്റ്റ്, ഓപ്ഷൻ ഡി ആണ്. എല്ലാം കറക്റ്റാ. മാനേജ്മെന്റ് ഗോൾ ഓറിയന്റഡ് ആണ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമുക്കറിയാം. അതേപോലെ ഹ്യൂമൻ റിസോഴ്സുകളെയും നോൺ ഹ്യൂമൻ റിസോഴ്സുകളെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലാനിങ് കഴിഞ്ഞ് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സ്, മെന്നും മെറ്റീരിയൽസും മെഷീൻസും എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജാ. അപ്പോ ഇവിടെ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സുകൾ വരുന്നുണ്ട്. അടുത്തത്, ഈ ചോദ്യങ്ങളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ വളരെ സിമ്പിൾ ചോദ്യങ്ങളല്ല എടുത്തേക്കുന്നത്, കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പേടിക്കണ്ട, നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആൻസർ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കണ്ട, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഇട്ടേക്കുന്നതാ. അപ്പം നമുക്കത് പഠിച്ചങ്ങ് പോകാം. ഓക്കെ, ഈ ഒരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. Which of the following statements correctly compare theory X and theory Y of motivation? ഇതിൽ ഏതൊക്കെയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈയിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. തിയറി എക്സ് അസ്യൂം people need external motivation, while theory Y assume they are self-motivated. Then, theory X support centralized authority, while theory Y support decentralized decision making. Theory X emphasize autocratic leadership, while theory Y promote democratic and supportive leadership. So, 3 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വായിച്ചു. ഇനി ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി? നിങ്ങൾക്ക് വായിക്കാൻ കുറച്ച് ടൈം വേണോ? ടൈം വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിക്കോ. തിയറി മോട്ടിവേഷൻ തിയറീസ് ഒരു 10-12 തിയറിയോളം നമുക്ക് മോട്ടിവേഷൻ തിയറീസ് പഠിക്കാനുണ്ട്. അത് സിമ്പിൾ ആണ്. അത്രയും നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാം.
പണ്ടൊക്കെ ആയിരുന്നു ഈ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി ഒക്കെ ചോദിക്കുന്നത്. ഇപ്പൊ അങ്ങനെ അത്ര സിമ്പിൾ ചോദിക്കത്തില്ല, കുറച്ചുകൂടെ ഡെപ്തിൽ ചോദിക്കും. ഓക്കെ, നോക്കിക്കേ, എന്താ ആൻസർ ചെയ്യാത്ത? ക്വസ്റ്റ്യൻ അറിയാത്തോണ്ടാണോ? തിയറി എക്സും വൈയും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, നമുക്ക് ടൈം കളയണ്ട, ആൻസറിലേക്ക് അങ്ങ് പോകാം. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് കേട്ടോ. 3 സ്റ്റേറ്റ്മെന്റും ശരിയാ. എന്താണെന്നറിയാമോ? നമ്മുടെ മോട്ടിവേഷൻ തിയറിയിൽ തിയറി എക്സും തിയറി വൈയും എന്താന്ന് നമുക്ക് ആദ്യം ഒന്ന് പഠിച്ചു വെക്കാം. തിയറി എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ മോട്ടിവേഷൻ തിയറി എക്സ് ആൻഡ് വൈ തിയറി ആര് കൊണ്ടുവന്നതെന്ന് അറിയാമോ? തിയറി എക്സ് ആൻഡ് വൈ അതൊന്ന് കമന്റ് ചെയ്യാമോ അറിയാമെങ്കിൽ? തിയറി എക്സ് ആൻഡ് വൈ കൊണ്ടുവന്ന വ്യക്തിയുടെ പേര്? ഡൗഗ്ലസ് മക്ഗ്രിഗർ ആണ് കേട്ടോ. ഡൗഗ്ലസ് മക്ഗ്രിഗറുടെ ആണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ഓർഗനൈസേഷനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാര് 2 തരം ആൾക്കാരുണ്ടായിരിക്കും. അതാണ് ഈ തിയറി പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് 2 ടൈപ്പ് ആൾക്കാർ കാണും. അതില് ഈ 2 തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് അങ്ങ് തിരിക്കുവാണ്. എക്സ് കാറ്റഗറിയും വൈ കാറ്റഗറിയും. എക്സ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരാ. നമുക്കറിയാമല്ലോ, ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരും കാണും, ഇഷ്ടമില്ലാത്തവരും കാണും, അല്ലെ? 2 തരത്തിലുള്ള ആൾക്കാരും കാണുമല്ലോ. ഇത് തന്നെയാണ് തിയറി എക്സ് ആൻഡ് വൈ. അപ്പോ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒരു കമ്പനിയിൽ കാണും. അപ്പൊ ഈ ഇഷ്ടമില്ലാത്തവരെ എല്ലാം കൂടെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അതാണ് തിയറി എക്സ് ഗ്രൂപ്പ്. ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരെ എല്ലാം കൂടെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അവരാണ് വൈ ഗ്രൂപ്പ്. മനസ്സിലായോ? അപ്പൊ ഈ എക്സ് എന്നും വൈ എന്നും നമ്മൾ തരം തിരിച്ചു. ഇനി എക്സിലുള്ളവർക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണ്, വൈയിലുള്ളവര് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ലോജിക്കലി ചിന്തിച്ചു നോക്കിക്കേ. എക്സിലുള്ള ആൾക്കാർക്ക്, എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളവർക്ക് എക്സ്റ്റേണൽ മോട്ടിവേഷൻ വേണ്ടായോ? അവര് സ്വന്തമായിട്ട് ജോലി ചെയ്യുവോ? ഇല്ല, അവർക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പൊ എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൊടുക്കണം. തിയറി വൈയിലുള്ളവര് സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, അവര് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരല്ലേ, അവര് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്തോളും. ഇനി തിയറി എക്സില് സെൻട്രലൈസ്ഡ് അതോറിറ്റിയാ. അതായത് തിയറി എക്സ് എന്ന് പറയുന്നത്, അത് എക്സ് കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്തുവാന്നറിയാമോ? അവർക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പൊ അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ടോപ്പ് ലെവലാണ്. ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമൊന്നും കൊടുക്കത്തില്ല, കാരണം ഇവർ ഇഷ്ടമില്ലാത്തവരല്ലേ. തിയറി വൈ സപ്പോർട്ട് ഡീസെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. തിയറി വൈയിലേക്ക് വരുമ്പോ എന്താ? ഡീസെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഓർഗനൈസേഷനിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇവരോടും അഭിപ്രായം ചോദിക്കും, ഇവരെ കൂടെ ഉൾപ്പെടുത്തും, കാരണം ഇവര് ജോലി ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള നല്ല ആൾക്കാരല്ലേ. ഇനി തിയറി എക്സ് എംഫസൈസ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. അതായത് ലീഡർഷിപ്പ് സ്റ്റൈൽ അവിടെ ഓട്ടോക്രാറ്റിക് ആയിരിക്കും. തിയറി എക്സില് ആ ഗ്രൂപ്പ് ആൾക്കാരെ ലീഡർ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലിലാണ് ലീഡ് ചെയ്യുന്നത്. അതായത് ലീഡർ പറയുന്നു, മറ്റവര് അനുസരിക്കുന്നു. കാരണം തിയറി എക്സിലുള്ള ആൾക്കാരെ അങ്ങനെ കൊണ്ടുപോയാലേ പറ്റൂ, അവർ സ്വന്തമായിട്ടൊന്നും ചെയ്യത്തില്ല. അപ്പൊ ലീഡർ തന്നെ ചെയ്യിക്കണം. തിയറി വൈയിലാണെങ്കിൽ അവിടെ ഡെമോക്രാറ്റിക് ആൻഡ് സപ്പോർട്ടീവ് ലീഡർഷിപ്പാ. അതായത് അവിടെ ലീഡർ അങ്ങനെ നിന്നങ്ങ് പറയത്തൊന്നുമില്ല, ഇവർക്കും കൂടെ, അതായത് ജോലിക്കാർക്കും കൂടെ ജോലി ചെയ്യാനുള്ള ഫ്രീഡവും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫ്രീഡവും ഒക്കെ അവർ കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈലാണ്. കാരണം ആ ആൾക്കാർ നല്ല ആൾക്കാർ, അവർ ജോലി ചെയ്യുന്നവരല്ലേ, ഇഷ്ടമുള്ളവരാണല്ലോ. ഇതാണ് തിയറി എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. തിയറി എക്സ് കണ്ടോ? എക്സിൽ വരുന്ന ആൾക്കാരെ കണ്ടോ? എക്സിലിരിക്കുന്ന ഒരു വ്യക്തി ആലോചിക്കുന്ന എന്താ? വേർ ഐ ക്യാൻ ഗോ ഹോം. അയാൾക്ക് എപ്പോ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? ജോലി ചെയ്യാൻ ഇഷ്ടമല്ല. തിയറി വൈ അല്ലെങ്കിൽ നമ്മുടെ വൈ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി ചിന്തിക്കുന്ന എന്താ നോക്കിക്കേ? ഐ ഹാവ് ഗോട്ട് സം ഐഡിയാസ്. അതായത് എനിക്ക് കുറച്ച് നല്ല ഐഡിയകൾ കിട്ടി, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ മെസ്സേജ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് ഫംഗ്ഷൻ ഓഫ് ഡയറക്ടിങ്? നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം, അല്ലെ? പെട്ടെന്ന് പറഞ്ഞോ. ഡയറക്ടിങ്ങിന്റെ സബ് ഫംഗ്ഷൻ അല്ലാത്ത ഏതാ? വേഗം പറഞ്ഞോ, ചിന്തിച്ചു പോലും ഇരിക്കണ്ട.
ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, ഡെലിഗേഷൻ, സൂപ്പർവിഷൻ, ഏതാണ്? തോമസ്, ബി ആണോ? മോട്ടിവേഷൻ ആണോ? ഡയറക്ടിങ്ങിന്റെ സബ് ഫംഗ്ഷൻ അല്ലാത്തതാണ്. നോട്ട് എന്നാ ചോദിച്ചേക്കുന്നത്, നോട്ട്. അപ്പോ എലമെന്റ്സ് ഓഫ് ഡയറക്ടിങ് നമ്മൾ പഠിക്കുന്നതല്ലേ? ഫസ്റ്റ് ഡയറക്ടിങ് പഠിക്കുമ്പോ തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താ? എലമെന്റ്സ് ഓഫ് ഡയറക്ടിങ് ആ. ഡയറക്ടിങ്ങിന്റെ 4 എലമെന്റുകൾ പഠിക്കും. 4 എലമെന്റുകൾ ഓർമ്മയുണ്ടോ? ഡയറക്ടിങ്ങിന്റെ 4 എലമെന്റുകൾ ഏതൊക്കെയാ? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇത് 4 അല്ലേ ഡയറക്ടിങ്ങിന്റെ എലമെന്റ്സ് ഓഫ് ഡയറക്ടിങ്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരുന്നേ? ഇവിടെ നമ്മുടെ ആൻസർ ഏത് വരും? നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏത് വരും? പറഞ്ഞോ, വേഗം പറഞ്ഞോ. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇത് 4 ഡയറക്ടിങ്ങിന്റെ എലമെന്റുകൾ. ഇവിടെ ചോദ്യം എന്താ? എലമെന്റ് അല്ലാത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് ഫംഗ്ഷൻ? സബ് ഫംഗ്ഷൻ അല്ലാത്ത ഇതിൽ ഏതാണ്? ഞാൻ ഫംഗ്ഷൻസ് 4 പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾക്ക് വേഗം പറഞ്ഞൂടെ? അത്രയും പറഞ്ഞു തന്നിട്ട് ആൻസർ ചെയ്തൂടെ? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇത് 4 ഡയറക്ടിങ്ങിന്റെ എലമെന്റുകൾ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് എലമെന്റ് അല്ലാത്തത് ഏതാണ്? ഡെലിഗേഷൻ അല്ലെ? ഓ സോറി, ഇവിടെ എന്റെ ഒരു മിസ്റ്റേക്ക് ആണ് പറ്റിയത് കേട്ടോ. കാരണം ഓപ്ഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നത്, അതായിരിക്കും നിങ്ങളെയും കൺഫ്യൂസ് ചെയ്തത്. ഓക്കെ. അപ്പൊ തോമസ് കറക്റ്റ് ആൻസർ ആ പറഞ്ഞത്, ബി കേട്ടോ. ഇവിടെ എ കഴിഞ്ഞ് ബി ആണ്, അത് ടൈപ്പ് ചെയ്തപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കേട്ടോ. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ കറക്റ്റ്, തോമസ് കറക്റ്റ് ആൻസർ ആ പറഞ്ഞ കേട്ടോ. സോറി, എന്റെ സൈഡിലെ മിസ്റ്റേക്ക് ആണ്. സോ ഇവിടെ ഡെലിഗേഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. തോമസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരുന്നല്ലേ, ഈ ടീച്ചർ എന്ത് ഈ പറയുന്നേ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ഇവിടെ എലമെന്റ്സ് ഓഫ് ഡയറക്ടിങ് നമുക്കറിയാം. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ദ മാനേജ്മെന്റ് ഫംഗ്ഷൻ വിച്ച് ഇൻവോൾവ് ഗൈഡിങ് ആൻഡ് ലീഡിങ് എംപ്ലോയി ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. ഇത് ഏത് ഫംഗ്ഷൻ? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. മാനേജ്മെന്റ് ഫംഗ്ഷൻ ഇൻവോൾവിംഗ് ഗൈഡിങ് ആൻഡ് ലീഡിങ് എംപ്ലോയി. ഗൈഡിങ് ആൻഡ് ലീഡിങ് ഏതാണ്? ഗൈഡിങ് ആൻഡ് ലീഡിങ് പെട്ടെന്ന് പറഞ്ഞോ. പ്ലാനിങ്, കൺട്രോളിങ്, ഓർഗനൈസിങ്, പ്ലാനിങ്, ഡയറക്ടിങ്. ഇതിലേതാ? യെസ്, ഗൈഡിങ് ആൻഡ് ലീഡിങ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഡയറക്ടിങ് ആണ് അല്ലെ? ഡയറക്ടിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലാണ് ഗൈഡിങ് ആൻഡ് ലീഡിങ്. അതുകൊണ്ടാണ് ഡയറക്ടിങ്ങിന്റെ സബ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ ഇത്രയും ഡയറക്ടിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാ. അപ്പൊ ഫോളോവേഴ്സിനെ ഗൈഡ് ചെയ്തും ലീഡ് ചെയ്തും കൊണ്ടുപോകുക എന്നുള്ളത് ഡയറക്ടിങ്ങിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു അല്ലെ? നമ്മൾ മുന്നേ പ്ലാൻ ചെയ്യുവാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ഓർഗനൈസിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സുകളെ അറേഞ്ച് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഓർഗനൈസിങ്. ഇവിടെ നമ്മൾ പീപ്പിളിനെ അതേപോലെ റിസോഴ്സുകളെയും എല്ലാം അറേഞ്ച് ചെയ്യുവാണ്. ദെൻ സ്റ്റാഫിങ്ങിലാണ് മാനിങ് ദ ഓർഗനൈസേഷൻ, അതായത് സെലക്ടിങ് ആൻഡ് പ്ലേസിംഗ് ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദി റൈറ്റ് പ്ലേസ് അല്ലെ? ദെൻ ഡയറക്ടിങ് എന്ന് പറയുമ്പോൾ ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് എംപ്ലോയീസ് ടു വർക്ക് എഫക്റ്റീവ്ലി. ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന സ്റ്റേജ് എന്താണെന്നറിയാമോ? നമ്മള് സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്ത് വെക്കും. അതായത് നമുക്ക് നമ്മുടെ ഗോളുകൾ എന്താണോ, ഈ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആക്ച്വൽ റിസൾട്ടുകളെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്ത് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുത്തു പോകും. അതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഇതൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ചോദ്യങ്ങളാണ് കേട്ടോ. ഇൻ ദ ലൈറ്റ് ഓഫ് 2 statements given below about management skills, choose the correct option. Statement 1 നോക്കിക്കേ. Need for conceptual skill increases as it move from lower to top level management. അതായത് കൺസെപ്ച്വൽ സ്കില്ലുകൾ ലോവർ ടു ടോപ്പിലേക്ക് പോകുമ്പോൾ കൂടുതൽ വേണ്ടി വരും. കൺസെപ്ച്വൽ സ്കില്ല് കൂടുതൽ വേണ്ടത് ടോപ്പിലോട്ടാണ്. അതായത് ലോവർ ടു ടോപ്പിലേക്ക് പോകുമ്പോൾ കൺസെപ്ച്വൽ സ്കില്ലുകൾ കൂടുതലായിട്ട് വേണ്ടി വരും. ഇനി
അടുത്ത സ്റ്റേറ്റ്മെന്റ്, നീഡ് ഫോർ ടെക്നിക്കൽ സ്കിൽ ഇൻക്രീസ് ആസ് ഇറ്റ് മൂവ് ഫ്രം ലോവർ ടു ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് എന്താ? ടെക്നിക്കൽ സ്കില്ലുകളും ആ ടോപ്പ് ലെവലിലാണ് കൂടുതൽ ആവശ്യം. അതായത് ലോവർ ടു ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ടെക്നിക്കൽ സ്കില്ലിന്റെ നീഡും കൂടി വരും. ഇതിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഒന്ന് ആൻസർ ചെയ്യാമോ? നിങ്ങളൊന്ന് ശ്രമിച്ചേ, ഇത് അറിയത്തില്ലേലും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. ആര്യ ബോത്ത് പറഞ്ഞു. പിന്നെ നിങ്ങൾ രണ്ടുപേരാട്ടോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. തോമസ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേ. അപ്പോ നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് യെസ് എ ആണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. എ ആണ് ശരി. അതായത് സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, 2 ഫോൾസ് ആണ്. കാരണം എന്താണെന്നറിയാമോ? കൺസെപ്ഷ്യൽ സ്കില്ലുകൾ എപ്പോഴും ടോപ്പ് ലെവൽ മാനേജേഴ്സിനല്ലേ കൂടുതൽ വേണ്ടത്. അത് ശരിയാ. കാരണം കൺസെപ്ഷ്യൽ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതും സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കുന്നതും അങ്ങനെയുള്ള സ്കില്ലുകളാണ്. അതെപ്പോഴും ടോപ്പ് ലെവലിനാണ് ആവശ്യം. ഇനി ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ടൂൾസും ടെക്നിക്കുകളും ഒക്കെ ഉപയോഗിച്ച് ആ ജോലി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഷീനറീസ് ഒക്കെ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ടെക്നിക്കൽ സ്കില്ലുകൾ. അത് കൂടുതലും വേണ്ടത് ലോവർ ലെവൽ മാനേജേഴ്സിനല്ലേ, ടോപ്പിലല്ലല്ലോ. അവര് അങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഇടപെടുന്നില്ല. അവര് മുകളിലിരുന്ന് പ്ലാനുകൾ ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ അവര് ചെയ്യുന്നത്. അപ്പോ അത് ലോവർ ലെവലിൽ വരുമ്പോഴല്ലേ ടെക്നിക്കൽ സ്കില്ല് കൂടുതൽ വേണ്ടത്. അതായത് നമ്മുടെ സൂപ്പർവൈസേഴ്സ് ഒക്കെ, അവർക്കാണ് ഈ മെഷീൻസ് പ്രവർത്തിപ്പിക്കാനും അങ്ങനെയുള്ള ടെക്നിക്കൽ സ്കില്ലുകൾ അറിഞ്ഞിരിക്കേണ്ടത്. അവരാണ് നമ്മുടെ ഈ വർക്കേഴ്സുമായിട്ടൊക്കെ നേരിട്ട് ഇടപഴകുന്ന ആൾക്കാർ. അപ്പൊ ലോവർ ലെവലിലാണ് ടെക്നിക്കൽ സ്കില്ല് കൂടുതൽ വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മാച്ച് ദി ഫോളോയിങ് ആട്ടോ. ഇത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ മാച്ച് ചെയ്യാൻ പറ്റും. ഹാവത്തോൺ എക്സ്പെരിമെന്റ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, സോഷ്യൽ സിസ്റ്റംസ് അപ്രോച്ച്, ബ്യൂറോക്രസി. നമ്മള് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ഈ വ്യക്തികളെ എല്ലാം പഠിക്കുന്നതാ. ഓപ്ഷൻസും കൂടെ ഈ ഒരു സ്ലൈഡിൽ തന്നെ ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേഗം നോക്കി കണക്ട് ചെയ്യാമായിരുന്നു അല്ലേ. അപ്പൊ അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ മാച്ച് ദി ഫോളോയിങ് വരുമ്പോൾ ഓപ്ഷൻസ് ആ സ്ലൈഡിൽ തന്നെ ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കേ. രണ്ടുപേരും ഒത്തൊരുമയില്ലാതെ പറഞ്ഞേക്കുന്നത് അല്ലേ, എയും സിയും. ഓക്കെ, നമുക്ക് നോക്കാം ഏതാണ് ശരി. എ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എ ആണ്. അതായത് 1C, 2D, 3A ആൻഡ് 4B. ഹാവത്തോൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എൽട്ടൺ മായോയുടെ അല്ലേ ഹാവത്തോൺ എക്സ്പെരിമെന്റ്. അതായത് എൽട്ടൺ മായോ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ അറിയപ്പെടുന്നത് ആരായിട്ടാ? എൽട്ടൺ മായോ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് തിയറി അല്ലെ. ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ഫാദർ ആണ് എൽട്ടൺ മായോ. ഹ്യൂമൻ റിലേഷൻസ് എന്ന് കേട്ടാൽ തന്നെ അവിടെ മാച്ച് ചെയ്യണം, എൽട്ടൺ മായോയുടെ പേരാണ് കേട്ടോ. ഹ്യൂമൻ റിലേഷൻസ് എന്ന് പറയുന്നത് എൽട്ടൺ മായോ ആണ്. ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് തിയറി എൽട്ടൺ മായോ. എൽട്ടൺ മായോ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനകത്ത് ഹ്യൂമൻ എലമെന്റുകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ്. അപ്പൊ ഈ എൽട്ടൺ മായോ ഒരു എക്സ്പെരിമെന്റ് നടത്തി. നമ്മുടെ വെസ്റ്റേൺ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ കമ്പനിയിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റിനെ പറയുന്ന പേരാണ് ഹാവത്തോൺ എക്സ്പെരിമെന്റ്. അതായത് ഈ വർക്കേഴ്സ് അല്ലേ, ജോലിക്കാരുടെ പ്രൊഡക്ടിവിറ്റിയും വർക്കിംഗ് കണ്ടീഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ആ ഒരു എക്സ്പെരിമെന്റിൽ നോക്കിയത്. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യം, ആ വർക്കിംഗ് കണ്ടീഷനും ആ വർക്കിംഗ് കണ്ടീഷൻ വർക്കറുടെ പ്രൊഡക്ടിവിറ്റിയെ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എൽട്ടൺ മായോ എന്താ ചെയ്തതെന്ന് അറിയാമോ? അവര് ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തില് ഈ ജോലിക്കാരിങ്ങനെ നിന്ന് ജോലി ചെയ്യുക. അപ്പൊ അവിടുത്തെ ലൈറ്റുകൾ ഉണ്ടല്ലോ, ലൈറ്റിങ്സിൽ മാറ്റം വരുത്തി. അതായത് നേരത്തെ ഡിം ആയിട്ട് കിടന്ന ലൈറ്റുകളൊക്കെ കുറച്ച് ബ്രൈറ്റ് ആക്കി. അപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലം കുറച്ചുകൂടെ ബ്രൈറ്റർ ആയി. അപ്പൊ അങ്ങനെ ആ ഒരു ലൈറ്റിങ്സിൽ ഒന്ന് മാറ്റം വരുത്തി. ലൈറ്റ് സെറ്റിങ്സ് മാറ്റം വരുത്തിയിട്ട് ഈ എൽട്ടൺ മായോ എന്ത് ചെയ്തു? അപ്പുറത്ത് പോയി നിന്ന് നോക്കി ജോലിക്കാര്
നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, ലൈറ്റ് മാറ്റിയപ്പോഴത്തേന് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്ന്. അങ്ങനെ വർക്കിംഗ് കണ്ടീഷനിൽ ഓരോരോ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇങ്ങനെ നിന്ന് അവരെ നിരീക്ഷിച്ചു, അവര് നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പം ആക്ച്വലി ഈ എക്സ്പെരിമെന്റിൽ എൽട്ടൺ മായോക്ക് എന്താ മനസ്സിലായെന്ന് അറിയാമോ? വർക്കറുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂടിയിട്ടുണ്ട്, പക്ഷെ അത് ലൈറ്റ് മാറ്റിയത് കൊണ്ടോ വർക്കിംഗ് കണ്ടീഷൻ മാറ്റിയത് കൊണ്ടോ അല്ലായിരുന്നു. എന്തുകൊണ്ടാ? ഇവരെ ഈ ലൈറ്റുകൾ മാറ്റിയിട്ട് എൽട്ടൺ മായോ അപ്പുറത്തൂടെ പോയി നിന്ന് നോക്കുവാണ് ജോലിക്കാര് ജോലി ചെയ്യുന്നുണ്ടോന്ന്. അങ്ങനെ ഒരാൾ നോക്കി നിൽക്കുവാണെങ്കിൽ എന്തായാലും നല്ലപോലെ ജോലി ചെയ്യുമല്ലോ ആൾക്കാര്. അപ്പൊ ഈ ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി കൂടിയത് ലൈറ്റിംഗ് കണ്ടീഷൻസോ വർക്കിംഗ് കണ്ടീഷൻസോ മാറ്റിയത് കൊണ്ടല്ല. എന്തുകൊണ്ടാ? ദേ ആർ ഒബ്സർവ്ഡ്, അവരെ ഒബ്സർവ് ചെയ്തു. എൽട്ടൺ മായോ ഓരോ വർക്കിംഗ് കണ്ടീഷൻ മാറ്റിയിട്ട് അപ്പുറത്ത് പോയി നിന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഒരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വർക്കേഴ്സ് നല്ലപോലെ ജോലി ചെയ്തത്, അല്ലാതെ വർക്കിംഗ് കണ്ടീഷൻസ് മാറ്റിയത് കൊണ്ടല്ലായിരുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഹാവത്തോൺ എക്സ്പെരിമെന്റ്. ഹാവത്തോൺ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആണത്. വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂടി. കാരണം എന്തുകൊണ്ടാ? അവരെ ഇങ്ങനെ ഓരോരുത്തരും ഒബ്സർവ് ചെയ്യുന്നു, കുറെ പേര് അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു, അതുകൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടി. യെസ്. നെക്സ്റ്റ് പീറ്റർ എഫ് ഡ്രക്കറുടെ ആണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. MBO എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് പീറ്റർ എഫ് ഡ്രക്കർ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാനേജേഴ്സും എംപ്ലോയീസും അവര് സ്പെസിഫിക് ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. ദെൻ ചെസ്റ്റർ ബേർണാർഡിന്റെ ആണ് സിസ്റ്റംസ് അപ്രോച്ച്. ചെസ്റ്റർ ബേർണാർഡ് ആണ് സിസ്റ്റംസ് അപ്രോച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സിസ്റ്റം ആണ്. അതായത് കുറെ ആളുകളും അതേപോലെ തന്നെ മെഷീൻസും എല്ലാം ഉള്ള ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ട് ഓർഗനൈസേഷനെ കാണുന്നതാണ് സിസ്റ്റംസ് അപ്രോച്ച്. ദെൻ മാക്സ് വെബറുടെ ആണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. ബ്യൂറോക്രസി എന്ന് പറയുന്നത് മാക്സ് വെബർ കൊണ്ടുവന്നതാണ്. അപ്പൊ ബ്യൂറോക്രസിയിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ആ പേരിൽ പറയുന്ന പോലെ തന്നെയാ. എപ്പോഴും ഒരു ഓർഗനൈസേഷനെ നല്ലപോലെ മാനേജ് ചെയ്യണമെങ്കിൽ അവിടെ കുറെ റൂളുകളും റെഗുലേഷൻസും മതി. അതാണ് മാക്സ് വെബർ പറഞ്ഞത്. അതാണ് ബ്യൂറോക്രസി. കുറെ റൂൾസും റെഗുലേഷനും മതി. അതായത് ആൾക്കാരുടെ ഹ്യൂമൻ എലമെന്റുകളെയോ ഹ്യൂമൻ നീഡുകളെയോ ഒന്നും അല്ല നോക്കുന്നത്. വർക്കേഴ്സ് നല്ലപോലെ ജോലി ചെയ്യണമെങ്കിൽ അവിടെ നല്ല നല്ല റൂളുകളും റെഗുലേഷൻസും ഒക്കെ വെച്ചൊരു റാഷണൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ കൊണ്ടുവന്നാൽ ആൾക്കാർ ജോലി ചെയ്യും. അതാണ് മാക്സ് വെബറുടെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഇത് നമ്മുടെ മോട്ടിവേഷൻ തിയറിയെയും പ്രൊപ്പൗണ്ടേഴ്സിനെയും ഒന്ന് മാച്ച് ചെയ്യാനാണ്. ഇത് നിങ്ങൾക്ക് വേഗം മാച്ച് ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്ന തിയറീസ് അല്ലേ? ഇതിൽ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി നമുക്കറിയാം അല്ലേ? അത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്നതാ. അത് മാത്രം വെച്ച് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് രണ്ട് ഓപ്ഷനിൽ അത് വരുന്നുണ്ട്. 2ലും 3ലും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 3. തോമസ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ 3 ആണ്. വില്യം ഔച്ചി കൊണ്ടുവന്നത് തിയറി Z ആണ്. തിയറി Z. ഡൗഗ്ലസ് മക്ഗ്രിഗറുടെ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, തിയറി എക്സ് ആൻഡ് വൈ. എക്സ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ തിയറി എക്സ് ആൻഡ് വൈയെ തന്നെ. പിന്നെ ഫ്രെഡറിക് ഹെർസ്ബർഗിന്റെ ആണ് 2 ഫാക്ടർ തിയറി. 2 ഫാക്ടർ തിയറിയെ തന്നെ നമ്മൾ ഹൈജീൻ തിയറി എന്ന് പറയും. പിന്നെ നമ്മുടെ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി അല്ലെ? ഓരോ തിയറിയും അറിയാമല്ലോ. വില്യം ഔച്ചിയുടെ തിയറി Z എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ തിയറിയിൽ പറയുന്നത് അമേരിക്കൻ ആൻഡ് ജാപ്പനീസ് മാനേജ്മെന്റ് സ്റ്റൈലുകൾ കമ്പൈൻ ചെയ്തിട്ട്, മനസ്സിലായോ? അമേരിക്കൻ ആൻഡ് ജാപ്പനീസ് മാനേജ്മെന്റ് സ്റ്റൈലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു രണ്ട് മാനേജ്മെന്റ് സ്റ്റൈലുകളിലും പറയുന്നത് ഓർഗനൈസേഷനകത്ത് എപ്പോഴും ട്രസ്റ്റും ടീം വർക്കും എംപ്ലോയി ഇൻവോൾവ്മെന്റും ഒക്കെ വേണം, എന്നാലേ ആൾക്കാർ മോട്ടിവേറ്റഡ് ആകത്തുള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ ഡൗഗ്ലസ് മക്ഗ്രിഗറുടെ തിയറി എക്സും വൈയും ഉണ്ട്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു. എക്സ് അസ്യൂം ചെയ്യുന്നത് എംപ്ലോയി ഡിസ്ലൈക്ക് വർക്ക്, അതുകൊണ്ട് തന്നെ അവിടെ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ വേണം. തിയറി വൈയിൽ പറയുന്നത് എംപ്ലോയീസ് സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, അവര് അവരുടെ ജോലി എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രെഡറിക് ഹെർസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി, ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഒന്ന് നോട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ. 2 ഫാക്ടർ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ?
ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറിയിൽ പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന നമുക്ക് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഹൈജീൻ ഫാക്ടേഴ്സും ഉണ്ട്, മോട്ടിവേറ്റേഴ്സും ഉണ്ട്. ഈ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടേഴ്സ് ആക്ച്വലി എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കത്തില്ല, പക്ഷേ ഈ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ എംപ്ലോയീസ് ഡിസ്സാറ്റിസ്ഫൈഡ് ആയി പോകും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫയേഴ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഹൈജീൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫയേഴ്സ് എന്ന് പറയും. കാരണം ഈ ഒരു ഫാക്ടേഴ്സ് ഒരിക്കലും അവരെ മോട്ടിവേറ്റ് ചെയ്യത്തില്ല, പക്ഷെ ഈ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഡിസ്സാറ്റിസ്ഫൈ ആയി പോകും എംപ്ലോയീസ്. ഇനി മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ആണ് എംപ്ലോയീസിൽ മോട്ടിവേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്നതാണ് സാലറി, വർക്കിംഗ് കണ്ടീഷൻ, കമ്പനി റൂൾസ് ആൻഡ് പോളിസീസ്. ഇതൊക്കെ ഹൈജീൻ ഫാക്ടറാണ്. അതായത് ഇതൊന്നും ഇല്ലെങ്കിൽ എംപ്ലോയീസ് എന്തായി പോവും? ഡിസാറ്റിസ്ഫൈ ആയി പോകും. നല്ല വർക്കിംഗ് കണ്ടീഷൻ ഇല്ലെങ്കിലും നല്ല സാലറി ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആയി പോകത്തില്ലേ? പക്ഷെ ഇതുണ്ടെന്നും പറഞ്ഞ് അവര് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആകത്തില്ല എന്നാ പറയുന്നത്. മോട്ടിവേറ്റഡ് ആകണമെങ്കിൽ ഈ പറയുന്ന മോട്ടിവേറ്റേഴ്സ് വേണം. അതായത് എംപ്ലോയീസിന് നല്ല അച്ചീവ്മെന്റും അവർക്ക് നല്ല റെക്കഗ്നീഷനും അവരുടെ ജോലിയിൽ ഗ്രോത്തും ഒക്കെ കൊടുത്താലേ അവരെന്താവത്തുള്ളൂ? മോട്ടിവേറ്റഡ് ആകത്തുള്ളൂ. ഈ ഫാക്ടേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചോണം കേട്ടോ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ ഹൈജീൻ ഫാക്ടേഴ്സിനെ നിങ്ങൾ കണ്ടോ? ഡീമോട്ടിവേറ്റേഴ്സ് എന്നോ ഡിസാറ്റിസ്ഫയേഴ്സ് എന്നൊക്കെ പറയും. ഈ റെഡിൽ കൊടുത്തേക്കുന്ന എല്ലാം ഹൈജീൻ ഫാക്ടേഴ്സാ. കാരണം ഈ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആയി പോകും. എന്നാൽ ഈ ഫാക്ടേഴ്സ് ഉണ്ടെന്നും പറഞ്ഞ് അവര് മോട്ടിവേറ്റഡ് ആകാൻ പോകുന്നില്ല. മനസ്സിലായോ? സോ ഈ ഫാക്ടേഴ്സ് ആണ് ഒന്ന് ബ്യൂറോക്രസി, അതായത് കമ്പനിയിലുള്ള റൂൾസും റെഗുലേഷൻസും പോളിസീസും ഒക്കെ. പിന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വർക്ക് കണ്ടീഷൻ, സ്റ്റാറ്റസ്, സാലറി, ജോബ് സെക്യൂരിറ്റി, ഇതൊക്കെ ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്. അതായത് ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ എംപ്ലോയീസ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആയി പോകും, ഡീമോട്ടിവേറ്റഡ് ആയി പോകും. ഇനി അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഇത് പോരാ, മോട്ടിവേറ്റേഴ്സ് വേണം. അതായത് അവർക്ക് നല്ല അച്ചീവ്മെന്റ് കൊടുക്കണം, അവർക്ക് റെക്കഗ്നീഷൻ കൊടുക്കണം. അതേപോലെ വർക്ക് ഇറ്റ് സെൽഫ്, ഓർത്തോണം, ആ വർക്ക് എന്ന് പറയുന്നത് മോട്ടിവേറ്റഡ് ആണ് കേട്ടോ. വർക്ക് ഇറ്റ് സെൽഫ് അത് മോട്ടിവേറ്റഡ് ആണ്, ഹൈജീൻ ഫാക്ടർ അല്ല. നമുക്കൊരു കൺഫ്യൂഷൻ പോയിന്റ് ആണത്. അവർ ചെയ്യുന്ന ജോലി അതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആണ്. പിന്നെ അവർക്ക് കൊടുക്കുന്ന അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കൊടുക്കാം, അഡ്വാൻസ്മെന്റ് കൊടുക്കാം, ജോലിയിൽ ഒരു ഗ്രോത്ത് കൊടുക്കാം. അതൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ ഹൈജീൻ തിയറി. പിന്നെ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി നമുക്ക് അറിയാവുന്നതാണല്ലോ. ആളുകളുടെ മോട്ടിവേഷൻ ഈ ഓരോ ലെവലിൽ കൂടെ കടന്നു പോകുന്നത്. ആദ്യം അവർക്ക് ഫിസിയോളജിക്കൽ നീഡ് കാണും. ഫിസിയോളജിക്കൽ നീഡുകൾ ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് സേഫ്റ്റി നീഡാണ്. അതിന്റെ ഹയർ ലെവൽ വരുന്നത് സോഷ്യൽ നീഡ്, അതിന്റെ ഹയർ ലെവലിൽ എസ്റ്റീം നീഡ് വരും. ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന നീഡ് എന്ന് പറയുന്നത് എന്താ? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് അല്ലെ? യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ, ഇത് നിങ്ങൾ ആൻസർ ചെയ്തില്ലേ നോക്കിക്കോ. ഇപ്പൊ നമ്മൾ പഠിച്ചതാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് മോട്ടിവേഷണൽ ഫാക്ടർ അക്കോർഡിംഗ് ടു ഹേഴ്സ്ബർഗ്? ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി പ്രകാരം മോട്ടിവേഷണൽ ഫാക്ടർ അല്ലാത്തത് ദാറ്റ് മീൻസ് നമ്മുടെ ഹൈജീൻ ഫാക്ടർ ഏതാന്നാ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? മോട്ടിവേഷൻ ഫാക്ടർ അല്ലാത്തത്. അപ്പോ ഹൈജീൻ ഫാക്ടർ ഇതിൽ ഏതൊക്കെയാണ് ഹൈജീൻ ഫാക്ടർ? ഇന്റർപേഴ്സണൽ റിലേഷൻ, വർക്ക് ഇറ്റ് സെൽഫ്, അഡ്വാൻസ്മെന്റ്, അച്ചീവ്മെന്റ്, സാലറി. ഇതില് മോട്ടിവേഷൻ ഫാക്ടർ അല്ലാത്തത് ഏതൊക്കെയാ? ദാറ്റ് മീൻസ് ഹൈജീൻ ഫാക്ടർ ഏതൊക്കെയാ? വേഗം ഒന്ന് ആൻസർ ചെയ്തേ. ശ്രദ്ധിച്ചിരിക്കുവായിരുന്നെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഇപ്പൊ ആൻസർ ചെയ്യും. വേഗം പറഞ്ഞോ, മോട്ടിവേഷൻ ഫാക്ടർ അല്ലാത്തത് ഏതൊക്കെയാണ്? തോമസ് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? ബാക്കിയുള്ളവരാരും ഒന്നും പറയുന്നില്ലല്ലോ. നമുക്ക് എന്തായാലും ആൻസറിലേക്ക് പോകാം. യെസ്, എ ആൻഡ് ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ഇവിടെ ഇന്റർപേഴ്സണൽ റിലേഷനും സാലറിയും ഇത് രണ്ടും ഹൈജീൻ ഫാക്ടർ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചു അഡ്വാൻസ്മെന്റും അച്ചീവ്മെന്റും ഗ്രോത്തും ഇതെല്ലാം മോട്ടിവേഷൻ ആണ്. അതിൽ നമ്മൾ എടുത്തു പറഞ്ഞു
വർക്ക് ഇറ്റ് സെൽഫ്, ആ ജോലി എന്ന് പറയുന്നതും മോട്ടിവേഷൻ ഫാക്ടർ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഇന്റർപേഴ്സണൽ റിലേഷനും സാലറിയും ഒക്കെ ഹൈജീൻ ഫാക്ടർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. The systematic collection of performance data as well as feedback of an individual derived from many stakeholders is called നമ്മുടെ പെർഫോമൻസ് അപ്രൈസൽ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് പഠിച്ചിട്ടുള്ളതല്ലേ പെർഫോമൻസ് അപ്രൈസൽ? ഇതിലേത് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡായി ചോദിച്ചേക്കുന്നേ? സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് പെർഫോമൻസ് ഡേറ്റ ആസ് വെൽ ആസ് ഫീഡ്ബാക്ക് ഓഫ് ആൻ ഇൻഡിവിജ്വൽ derived from many stakeholders. ഒരാളെ പറ്റിയിട്ടുള്ള ഒരാളുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് ആളുകളിൽ നിന്ന് പല അയാളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് അപ്രൈസലിനെ പറയുന്ന പേര് 360 ഡിഗ്രി അപ്രൈസൽ. യെസ്, 360 ഡിഗ്രി അപ്രൈസൽ അല്ലെ? ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുകയാണ്, അതാണ് 360 ഡിഗ്രി അപ്രൈസൽ. ഒരു എംപ്ലോയി നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ 360 ഡിഗ്രി അപ്രൈസൽ എടുക്കാം. അതായത് എംപ്ലോയിയുമായിട്ട് ബന്ധപ്പെട്ട് 360 ഡിഗ്രിയിലും ചുറ്റപ്പെട്ട് വരുന്ന എല്ലാ ആൾക്കാരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാം. ആ എംപ്ലോയിയുടെ ടോപ്പ് മാനേജ്മെന്റ്, സബോർഡിനേറ്റ്, പിയേഴ്സ്, സെൽഫ്, കസ്റ്റമേഴ്സ്, ഇമ്മീഡിയറ്റ് സുപ്പീരിയർ, ഇങ്ങനെ എല്ലാവരോടും നമുക്ക് എന്ത് ചെയ്യാം? ആ എംപ്ലോയിയെ പറ്റിയിട്ട് ചോദിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് അയാളുടെ പെർഫോമൻസ് അപ്രൈസൽ നടത്താനായിട്ട് പറ്റും. ദാറ്റ് ഈസ് 360 ഡിഗ്രി അപ്രൈസൽ. ഇതും നോക്കിക്കേ, ഇതും നമ്മളിപ്പോ പഠിച്ച 2 ഫാക്ടർ തിയറി എന്നുള്ള ചോദ്യമാണ് കേട്ടോ. അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രെഡറിക് ഹെർസ്ബർഗ് 2 ഫാക്ടർ തിയറി ഹൈലൈറ്റ് ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ്. അസേർഷൻ ശരിയാണോ നോക്കുക. ഇനി റീസൺ നോക്കിക്കേ. ഹൈജീൻ ഫാക്ടർ സച്ച് ആസ് റെക്കഗ്നിഷൻ ആൻഡ് അച്ചീവ്മെന്റ് പ്രിവെന്റ് ഡിസാറ്റിസ്ഫാക്ഷൻ. ഇത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ആൻസർ ചെയ്തേ, വേഗം ഒന്ന് ആൻസർ ചെയ്തേ. എയും ആറും ട്രൂ ആണോ? നമ്മൾ നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് വൺ, ഫ്രെഡറിക് ഹെർസ്ബർഗ് 2 ഫാക്ടർ തിയറി ഹൈലൈറ്റ് ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ്. അത് ശരിയാ, അസേർഷൻ ശരിയാണ്. കാരണം ഹെർസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറിയിൽ ഹൈജീൻ ഫാക്ടേഴ്സിനെയും മോട്ടിവേഷൻ ഫാക്ടേഴ്സിനെയും പറ്റി പറയുന്നുണ്ട്. ഇനി റീസൺ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഹൈജീൻ ഫാക്ടേഴ്സ് സച്ച് ആസ് റെക്കഗ്നിഷൻ ആൻഡ് അച്ചീവ്മെന്റ് പ്രിവെന്റ് ഡിസാറ്റിസ്ഫാക്ഷൻ. ഹൈജീൻ ഫാക്ടേഴ്സ് ആണോ ഈ റെക്കഗ്നിഷനും അച്ചീവ്മെന്റും? റെക്കഗ്നിഷനും അച്ചീവ്മെന്റും ഒക്കെ ഹൈജീൻ ഫാക്ടേഴ്സ് ആയിട്ടാണോ നമ്മൾ പഠിച്ചത്? റെക്കഗ്നിഷൻ, അച്ചീവ്മെന്റ്, അഡ്വാൻസ്മെന്റ്, ഗ്രോത്ത് ഇതൊക്കെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആയിട്ടല്ലേ നമ്മൾ പഠിച്ചേ? അതൊക്കെ മോട്ടിവേറ്റേഴ്സ് അല്ലേ, ഹൈജീൻ ഫാക്ടർ അല്ലല്ലോ. ഹൈജീൻ ഫാക്ടർ ഡിസാറ്റിസ്ഫാക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇവര് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നുണ്ടോ? ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത 2 പോയിന്റ് അവിടെ എടുത്തിട്ടേക്കുക. ഹൈജീൻ ഫാക്ടർ സച്ച് ആസ് റെക്കഗ്നിഷൻ ആൻഡ് അച്ചീവ്മെന്റ് ഡിസാറ്റിസ്ഫാക്ഷൻ പ്രിവെന്റ് ചെയ്യുമെന്ന്. നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് എന്താ നോക്കുന്നേ? ഹൈജീൻ ഫാക്ടേഴ്സ് ഡിസാറ്റിസ്ഫാക്ഷൻ പ്രിവെന്റ് ചെയ്യും, ശരിയാണ്. പക്ഷെ അവിടെ 2 വാക്ക് കണ്ടോ? റെക്കഗ്നിഷനും അച്ചീവ്മെന്റും. അത് രണ്ടും മോട്ടിവേഷൻ ഫാക്ടേഴ്സാ, ഹൈജീൻ ഫാക്ടർ അല്ല. അപ്പൊ നമ്മുടെ എ മാത്രമാണ് ട്രൂ. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. റീസൺ തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. According to Maslow's hierarchy of need, which of the following need is fulfilled when an employee receives promotion and recognition? പ്രൊമോഷനും റെക്കഗ്നിഷനും ഒക്കെ കിട്ടുമ്പോൾ ഏത് നീഡാ ഫുൾഫിൽ ആവുന്നേ? വേഗം ഒന്ന് പറഞ്ഞേ. പ്രൊമോഷനും റെക്കഗ്നിഷനും ഒക്കെ കിട്ടുമ്പോൾ എംപ്ലോയീസിന്റെ എസ്റ്റീം നീഡുകളാണ് ഫുൾഫിൽ ആവുന്നത് അല്ലേ? യെസ്, എസ്റ്റീം നീഡുകളാണ് കറക്റ്റ് ആൻസർ ആണ്. ആര്യ കറക്റ്റ് ആൻസർ പറഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഇമ്പോർട്ടന്റ് ആൻഡ് യൂസ്ഫുൾ ഓൺ അക്കൗണ്ട് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് റീസൺസ്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ്? കാരണങ്ങളാണ്. ടു ഇൻക്രീസ് മാനേജീരിയൽ എഫിഷ്യൻസി,
to attain social objective, to train managers, to improve research, to coordinate material and human resources. ഇതിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആകുന്നത്? എല്ലാവരും വരും അല്ലെ, എല്ലാ റീസൺസും വരും. ഇതെല്ലാം നമ്മുടെ റീസൺസ് ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഇത് നല്ലൊരു ചോദ്യമാണേ. Which one of the following is an element of motivation according to Bloom's valence theory? നിങ്ങൾ വിക്ടർ ബ്ലൂമിന്റെ എക്സ്പെക്ടൻസി തിയറി പഠിച്ചിട്ടില്ലേ? അതിനകത്ത് മോട്ടിവേഷന്റെ എലമെന്റ്, 3 എലമെന്റുകൾ നമ്മൾ പഠിക്കും. ഇതിനകത്ത് ഏതാണ് അതിൽ? ആ 3 എലമെന്റിൽ ഒരെണ്ണം ഈ ഒരു ഓപ്ഷൻസിൽ വന്നിട്ടുണ്ട്. ഏതാണെന്ന് പറയാമോ? വിക്ടർ ബ്ലൂമിന്റെ എക്സ്പെക്ടൻസി തിയറിയിൽ വരുന്ന എലമെന്റ്സ് ആണ്. ഇതിൽ ഏതാണ് ബ്ലൂമിന്റെ എക്സ്പെക്ടൻസി തിയറിയിൽ വരുന്ന എലമെന്റ്? യെസ്, ഇൻസ്ട്രുമെന്റാലിറ്റി. ഇൻസ്ട്രുമെന്റാലിറ്റി ആണ് കേട്ടോ. ഇൻസ്ട്രുമെന്റാലിറ്റി കറക്റ്റ് ആണ് ആര്യ. വിക്ടർ ബ്ലൂമിന്റെ എക്സ്പെക്ടൻസി തിയറിയിൽ പറയുന്നത്, ഇതും ഒരു തിയറി ഓഫ് മോട്ടിവേഷൻ ആണല്ലോ. അപ്പൊ ആളുകൾ മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഇഫ് ദേ എക്സ്പെക്ട് their effort will lead to good performance and good performance will bring good rewards. അതായത് ആളുകളുടെ എക്സ്പെക്ടേഷൻസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതാ. ഇപ്പം നല്ല പോലെ അവർ എഫേർട്ട് ഇട്ടാൽ നല്ല പെർഫോമൻസിലേക്ക് അത് ലീഡ് ചെയ്യും. നല്ല പെർഫോമൻസ് കിട്ടിയാൽ അവർക്ക് നല്ല റിവാർഡുകളും കിട്ടും. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം എംപ്ലോയീസിന് ഉണ്ടെങ്കിൽ അവര് മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തോളും. അപ്പൊ ഇവിടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? എക്സ്പെക്ടൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി ആൻഡ് വാലൻസ്. എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ അവരുടെ എഫേർട്ടുകളും, ഇൻസ്ട്രുമെന്റാലിറ്റി അവരുടെ പെർഫോമൻസും, വാലൻസ് അവർക്ക് കിട്ടുന്ന റിവാർഡുകളുമാണ് കേട്ടോ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചേരുന്നതാണ് ഇവിടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡ് സ്റ്റുഡൻസ് ആർ ഡ്രിവൺ ബൈ റിവാർഡ് ആൻഡ് പ്രൈസ്. Intrinsically motivated students engage with a subject for the personal satisfaction it brings. നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഇൻട്രിൻസിക് മോട്ടിവേഷനും പഠിച്ചിട്ടില്ലേ? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണലാ. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എക്സ്റ്റേണൽ. അതായത് മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ആണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾ സെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാമിന് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യുന്നത്? 2 മോട്ടിവേഷൻസ് അവിടെ ഉണ്ടാകാം. ഒന്ന്, നമുക്കൊരു ഭയങ്കര ആഗ്രഹമാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, എന്നിട്ട് നമുക്കൊരു ടീച്ചറായിട്ടൊരു സ്കൂളിൽ ജോലിക്ക് കയറണം എന്നൊക്കെ ഒരു നമ്മുടെ ഒരു ഇന്റേണൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ അങ്ങനെ പഠിക്കുന്നതെങ്കിൽ അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഇനി നമ്മൾ ഈ പഠിക്കുന്നത് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലാണ്, അതായത് മറ്റുള്ള ആളുകൾ നമ്മളെ ആളുകളുടെ മുന്നിൽ നമുക്ക്, അതും നമ്മുടെ ഇൻട്രിൻസിക് വരും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു തരാന്ന് വീട്ടിൽ നിന്ന് പറയുന്നു. അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അല്ലേ? നമ്മളെ ഇന്റേണലി നമുക്ക് സ്വയമേ തോന്നിയിട്ടുള്ളതല്ല. ഒരു മൊബൈൽ ഫോൺ കിട്ടും ഈ എക്സാം പാസ്സായാൽ, അപ്പൊ ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്നു. അതൊരു എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. അപ്പൊ ഇനി ഈ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കിക്കേ. എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡ് സ്റ്റുഡൻസ് ആർ ഡ്രിവൺ ബൈ റിവാർഡ് ആൻഡ് പ്രൈസ്. Intrinsically motivated students engage with a subject for personal satisfaction. അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി? വേഗം പറഞ്ഞോ. യെസ്, 2 ആണോ തോമസ്? 2 സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? 2ഉം ശരിയാണ്. എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡ് സ്റ്റുഡൻസ് എപ്പോഴും അവർക്ക് റിവാർഡുകളും പ്രൈസുകളും കിട്ടുമ്പോഴാണ്, അങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് അവർ മോട്ടിവേറ്റഡ് ആകുന്നത്. ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആകുന്ന എപ്പോഴാ? നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അതിനൊക്കെ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. കണ്ടോ, ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എൻജോയ്മെന്റോ അല്ലെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് കിട്ടാനോ നമുക്കൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. എക്സ്ട്രിൻസിക് ആണ് നമുക്ക് നല്ല പൈസ കിട്ടും, അല്ലെങ്കിൽ ബോണസ് കിട്ടും, അല്ലെങ്കിൽ പ്രൈസുകൾ കിട്ടും, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം റീസൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കിയിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. Planning is called the primary management function because
എന്ത് കാരണം കൊണ്ടാണ് പ്ലാനിങ്ങിനെ നമ്മൾ പ്രൈമറി മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്? ഇറ്റ് ക്രിയേറ്റ് ദ വിഷൻ ഫോർ ദി ഓർഗനൈസേഷണൽ മെമ്പേഴ്സ്, ഇറ്റ് സെറ്റ് ദ ടോൺ ഫോർ ദി ഓർഗനൈസേഷൻ കൾച്ചർ, ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ ബേസിസ് ഫോർ ഓൾ അതർ ഫംഗ്ഷൻസ്, ഇറ്റ് ഓഫർ സം ബേസിസ് ഫോർ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ്. എന്ത് റീസൺ കൊണ്ടാ നമ്മള് പ്ലാനിങ്ങിനെ പ്രൈമറി മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നേ? യെസ് പ്ലാനിങ് എസ്റ്റാബ്ലിഷ് ദി ബേസിസ് ഫോർ ഓൾ അതർ ഫംഗ്ഷൻസ്. മറ്റ് ഫംഗ്ഷൻസിന്റെ ഒരു ബേസിസ് ആയിട്ട് നമുക്ക് ഈ പ്ലാനിങ്ങിനെ കണക്കാക്കാം അല്ലെ. ഒരു 2-3 ചോദ്യം കൂടി ഉണ്ട് കേട്ടോ, അതും കൂടെ കഴിഞ്ഞിട്ടേ ഇപ്പൊ കഴിയും. ഒരു 2-3 ചോദ്യം കൂടെ ഉള്ളൂ, നമുക്ക് അതും കൂടെ കഴിഞ്ഞിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതല്ലേ. ഒരു 5 മിനിറ്റും കൂടെ നിങ്ങൾ ഇരിക്കത്തില്ലേ? ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് മാനേജ്മെന്റ് തിയറീസ് ഇൻ ദ ഒറിജിൻ, ഇൻ ദിയർ ഒറിജിൻ. ഇത് നമ്മുടെ എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് ആട്ടോ. എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ. ആദ്യം വന്നത് ഏത് തിയറിയാണ്, അതിനുശേഷം ഏതാണ്, അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒറിജിൻ തൊട്ട് നിങ്ങൾ അതിനെ കറക്റ്റ് സീക്വൻസിലാക്കാനാ പറഞ്ഞേക്കുന്നത്. ബർട്ടൽ ആൻഡ് ഫീസ് സിസ്റ്റം തിയറി ഉണ്ട്, എൽട്ടൺ മായോയുടെ ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെന്റ് തിയറി ഉണ്ട്, മാക്സ് വെബറുടെ ബ്യൂറോക്രസി, FW ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ്, ഹെൻറി ഫയോളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ഇതില് ഫസ്റ്റ് വന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസറിലോട്ട് പോവാം. ഇതിൽ ആദ്യത്തെ തിയറി ഏതാണെന്ന് അറിയാമോ? ആദ്യത്തെ തിയറി, ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ FW ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയാണ് കേട്ടോ. നമ്മള് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് പഠിക്കും. ആദ്യം ക്ലാസിക്കൽ തിയറീസ് ഉണ്ട്, അതിനുശേഷം നിയോ ക്ലാസിക്കൽ വരും, പിന്നെ നമ്മുടെ കണ്ടിജൻസി തിയറീസ് വരും, സിസ്റ്റംസ് തിയറീസ് വരും, അതായത് മോഡേൺ തിയറീസ് വരും. ഇങ്ങനെ നമ്മളൊരു ഓർഡർ പഠിക്കും. അപ്പൊ അതിനകത്ത് ആദ്യമുള്ള ക്ലാസിക്കൽ തിയറീസ്, ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിസ്റ്റുകളാണ് നമ്മുടെ FW ടൈലറും ഹെൻറി ഫയോളും മാക്സ് വെബറും ഒക്കെ. ഇവര് 3 പേരും ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയിൽ വരുന്നതാ. അതിലെ ആദ്യം വന്നത് FW ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റാ. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആ വരുന്നത്. കാരണം ആദ്യം വന്നത് FW ടൈലർ ആണെന്ന് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമല്ലേ. ഫസ്റ്റ് വൺ FW ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ്, ദെൻ ഹെൻറി ഫയോളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, അതിനുശേഷം വന്നതാണ് മാക്സ് വെബറുടെ ബ്യൂറോക്രസി, പിന്നെ എൽട്ടൺ മായോയുടെ ഹ്യൂമൻ റിലേഷൻസ് തിയറി വന്നു, അതിനുശേഷമാണ് ബർട്ടൽ ആൻഡ് ഫീസ് സിസ്റ്റം തിയറി വന്നത് കേട്ടോ. കണ്ടോ, ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറികളിൽ ആദ്യത്തെ തിയറിയാണ് നമ്മുടെ ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ്. അതിനുശേഷമുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ദെൻ ബ്യൂറോക്രസി. ഇത് 3ഉം ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസ് ആണ് കേട്ടോ. പിന്നെ ഹ്യൂമൻ റിലേഷൻസ് അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച്, അതായത് നിയോ ക്ലാസിക്കൽ തിയറി ആയി പറയുന്നത്. നിയോ ക്ലാസിക്കൽ തിയറിയിൽ ഹ്യൂമൻ റിലേഷൻ തിയറിസ്റ്റ് ആണ് എൽട്ടൺ മായോ. ബിഹേവിയറൽ തിയറിയിൽ വരുന്നതാണ് നമ്മുടെ ഡൗഗ്ലസ് മക്ഗ്രിഗറും എബ്രഹാം മാസ്ലോയും ഹേഴ്സ്ബർഗും ഒക്കെ. പിന്നെയുള്ളത് സിസ്റ്റംസ് ആൻഡ് കണ്ടിജൻസി തിയറി. അതിൽ സിസ്റ്റം തിയറി ബർട്ടൽ ആൻഡ് ഫീയുടെ ആണ്, കണ്ടിജൻസി തിയറി ഫ്രെഡ് ഫീൽഡറുടെ ആണ് കേട്ടോ. കണ്ടിജൻസി തിയറി ഫ്രെഡ് ഫീൽഡറുടെ ആണ് കണ്ടിജൻസി തിയറി. ഓക്കെ, ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഉള്ള, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലൈക്കേർട്സ് മാനേജ്മെന്റ് സ്റ്റൈൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അതിലെ ലൈക്കേർട്ട് സിസ്റ്റം 1 ഉണ്ട്, അതായത് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്. എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇതിൽ ഏതാണ്? ഇതും കൂടെ ഒന്ന് ആൻസർ ചെയ്തേ. ലാസ്റ്റ് ക്വസ്റ്റ്യനാ, നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ലൈക്കേർട്ട് സിസ്റ്റം 1, ആ പേര് കണ്ടോ? എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്. ആ പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഏതായിരിക്കും തോന്നുന്നത് ആൻസർ ആയിട്ട്? എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഹൈ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, ഫോക്കസ് ഓൺ ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്ട്രിക്റ്റ് ടോപ്പ് ഡൗൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മിനിമൽ ട്രസ്റ്റ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ. എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്, എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്, അതായത് മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് ആണ്. തീരുമാനങ്ങളെല്ലാം ടോപ്പിൽ തന്നെയാ, അതോറിറ്റേറ്റീവ് ആണ്, അതോറിറ്റി ആണ് അവിടെ. അപ്പൊ അവിടെ സി അല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സ്ട്രിക്റ്റ് ടോപ്പ് ഡൗൺ കമ്മ്യൂണിക്കേഷനും മിനിമൽ ട്രസ്റ്റുമേ ഉള്ളൂ എംപ്ലോയീസിന്റെ മുകളിൽ. ഇതേ കണ്ടോ, ഇതാണ് നമ്മുടെ ലൈക്കേർട്ടിന്റെ 4 മാനേജ്മെന്റ് സ്റ്റൈൽസ് വരുന്നത്. അതിലെ ഫസ്റ്റ് വൺ ഈസ് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ലീഡർ തന്നെ തീരുമാനങ്ങൾ എടുക്കും, സബോർഡിനേറ്റ് അത് അനുസരിക്കും. ഇനി അവരെ സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ ഫിയർ ആണ് ഉപയോഗിക്കുന്നത്, അതായത് അവരെ പേടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്നത്.
ചെയ്തില്ലെങ്കിൽ പിരിച്ചുവിടും, ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞ് ഫിയർ ഉപയോഗിച്ചുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യിക്കും. ഓക്കെ, ഇനി ബെനവലന്റ് അതോറിറ്റേറ്റീവ് ആണ് രണ്ടാമത്തെ മാനേജ്മെന്റ് സ്റ്റൈല്. ബെനവലന്റ് അതോറിറ്റേറ്റീവ്, ഇവിടെ ലീഡർ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, പക്ഷേ വർക്കേഴ്സിനെ ഫിയർ ഒന്നും അല്ല, അവർക്ക് എന്താ പറയാ റിവാർഡുകളൊക്കെ കൊടുക്കും, അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ റിവാർഡൊക്കെ കൊടുക്കും. പക്ഷെ അവിടെയും ടീം വർക്ക് ഒന്നുമില്ല, അതോറിറ്റേറ്റീവ് തന്നെയാണ്. കൺസൾട്ടേറ്റീവ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലിലേക്ക് വരുമ്പോൾ ലീഡർ സബോർഡിനേറ്റ്സിന്റെയും കൂടെ ഐഡിയാസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് കംപ്ലീറ്റ് ഫ്രീഡവും ആർക്ക് കൊടുക്കുന്നുണ്ട്? സബോർഡിനേറ്റ്സിനും കൊടുക്കുന്നുണ്ട്. ഫുൾ ഫ്രീഡം കൊടുക്കുന്നു എന്നല്ല, അവരെ കൂടെ എൻഗേജ് ചെയ്തിട്ട് ഒരു ടീം വർക്ക് ആണ്, ഇവർ ഒരുമിച്ചാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈക്കേർട്സ് സിസ്റ്റംസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കിയത്. ഈ ഒരു ഏരിയയിൽ നിന്നുള്ള കുറച്ച് നല്ല ചോദ്യങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. നിങ്ങൾ ലാസ്റ്റ് വരെ ഇരുന്നു കേട്ടോ, നിങ്ങൾ എത്രയും നേരവും ആൻസർ ചെയ്തുകൊണ്ടിരുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നോ ക്ലാസ്? നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ? ഓക്കെ, ഇങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ അടുത്ത ക്ലാസ്സുകളും പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ പറഞ്ഞു പോകും, ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് പോകും.